ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ഇ ഡി പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടുപോയി. ശബരിമല സന്നിധാനത്തെ SITയുടെ പരിശോധന ഇന്നും തുടരും. സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്നാണ് വിധി പറയുക. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരും. ഇ ഡി റെയ്ഡിന്റെ വിവരങ്ങളെക്കുറിച്ച് പറയാൻ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയെക്കുറിച്ച് പറയാൻ കൊല്ലത്ത് നിന്ന് അരുണ്ടായി ചേരുന്നുണ്ട്. അതുപോലെ ഹൈക്കോടതിയിൽ വരുന്ന ജാമ്യാപേക്ഷകളുടെ സൂചനകൾ എന്തൊക്കെ നിതിൻ അംബുജനും ചേരും കൊച്ചിയിൽ നിന്ന്. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. റിനു, പറയൂ, ഈ ശബരിമല സന്നിധാനത്തെ പരിശോധന, അതേപോലെ തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നന്ദാവനം ഓഫീസിലെ റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടുപോയി എന്ന് പറയുന്നു. അത്രയധികം മണിക്കൂറുകൾ നീണ്ടുപോകാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന്റെ സൂചനകൾ വല്ലതും നമുക്ക് ലഭിച്ചോ? SKN 21 കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്തിന് പുറത്തും സംസ്ഥാനത്തിനകത്തുമായി, അതായത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഇന്നലെ ഇ ഡി പരിശോധന, ഒരു മിന്നൽ പരിശോധന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയത്. ഇന്നലെ ഏകദേശം രാവിലെ 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ എത്താത്തത് കൊണ്ട്, അതായത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എത്താത്തത് കൊണ്ട് കുറച്ച് നേരം വൈകി പരിശോധന ആരംഭിക്കണം. ആ പരിശോധന ഇന്ന് പുലർച്ചെ വരെ നീണ്ടു എന്നുള്ളതാണ്. അതായത് ഏകദേശം 20 മണിക്കൂറിലകം അല്ലെങ്കിൽ 20 മണിക്കൂറിൽ കൂടുതൽ ആ പരിശോധന തുടർന്നു. ഇന്ന് പുലർച്ചയോടുകൂടി പരിശോധന പൂർത്തിയായി. നിർണായകമായിട്ടുള്ള ചില രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർ കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തുന്നതിന് വേണ്ടി സൂക്ഷ്മമായിട്ടൊരു പരിശോധന കൂടി ഉദ്യോഗസ്ഥർക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് അത്തരം ഒരു പരിശോധന നടക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊന്ന്, ശബരിമലയിലും സമാന രീതിയിൽ ഒരു പരിശോധന ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അന്വേഷണ സംഘം, അതായത് SIT ആരംഭിച്ചിട്ടുണ്ട്. ആ പരിശോധന ഇന്നും തുടരും എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്തി. ഇന്നും ആ പരിശോധന തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അന്വേഷണ സംഘം 2 ഘട്ടങ്ങളിലായി പരിശോധന പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇ ഡിയുടെ പരിശോധനയും സമാന രീതിയിൽ നടക്കുന്നുണ്ട്. നിലവിൽ ഇന്നിപ്പോൾ കൊല്ലം കോടതിയിലടക്കം ജാമ്യഹർജിയിലടക്കം വിധി വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കെയാണ് അന്വേഷണ സംഘം ശബരിമലയിലും ഇ ഡി മറ്റ് 21 ഇടങ്ങളിലും പരിശോധന നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.